വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്ത ലീഗ് നേതൃത്വങ്ങൾ വിളിച്ച സമവായ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ചിലർ അസൗകര്യം അറിയിച്ചിട്ടുണ്ടെന്നും മുശാവറയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടക്കുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. നേതൃത്വം വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത് ധിക്കാരമാണെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മർദ്ദ വാക്കുകളും ഫലം കണ്ടില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആദ്യ ചർച്ച തന്നെ പാളി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MT അബ്ദുള്ള മുസല്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രശ്ന പരിഹാര ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷമായ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ ചർച്ചയ്ക്കെത്തി. ഉസ്താമാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. സംശയമുണ്ടോ? ഞങ്ങൾ അച്ചടക്കം പറഞ്ഞാൽ വരിക എന്നുള്ളതാണ്. യോഗത്തിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം. ചില ആളുകൾ വരാനുള്ള അസൗകര്യം അറിയിച്ചിരുന്നുവെന്നും ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായും ജിഫ്രി തങ്ങൾ. രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് അങ്ങനെ മനസ്സിലാക്കുന്നത് തെറ്റാണ്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിനുള്ള അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം കൂടിയിരുന്ന് പറഞ്ഞു തീർക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് നമ്മൾ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂടി. ചുരുക്കത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ചർച്ചയിലെ കല്ലുകടി എത്ര വലിയ വിള്ളലാണ് നിലനിൽക്കുന്നത് എന്ന് കൂടുതൽ തെളിയിക്കുന്നതായി മാറി. 24 മലപ്പുറം.